ഭരണത്തിൽ 100 ദിവസം പിന്നിട്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിന് ജനപ്രിയ പദ്ധതികൾ കൊണ്ട് കയ്യടി നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ വികസനം, വനിതാ ശിശുക്ഷേമം, തൊഴിൽ അവസരങ്ങൾ, 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ ധാരണാ പത്രങ്ങൾ എന്നിവയെല്ലാം വിജയ് സർക്കാർ നേട്ടമായി എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള 75,000 രൂപ വരെയുള്ള വിള വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളുമെന്ന് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചു. ചട്ടം നമ്പർ 110 പ്രകാരമാണ് പ്രഖ്യാപനം. ഏതാണ്ട് 13.5 ലക്ഷം കർഷകർക്കായി ആകെ 6,820 കോടി രൂപയുടെ വായ്പ ഇളവാണ് സർക്കാർ നൽകുന്നത്. കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയാണ് താനിപ്പോൾ സഹായം പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൃഷിയെ ബഹുമാനിക്കുകയും കർഷകർക്ക് അർഹമായ സംരക്ഷണവും പിന്തുണയും നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് മാത്രമേ ആളുകൾക്ക് സമൃദ്ധമായും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയൂ എന്നുകൂടെ വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ ജീവനാണെങ്കിൽ തമിഴ്നാട്ടിലെ കർഷകരാണ് നമ്മുടെ ജീവരക്തം. ജാതി, മതം, വംശം, ഭാഷ തുടങ്ങിയ എല്ലാ വ്യത്യാസങ്ങളെയും മറികടക്കുന്ന ഒരു വ്യവസായം ലോകത്തുണ്ടെങ്കിൽ അത് കാർഷിക വ്യവസായം മാത്രമാണ്. ലോകത്തിന്റെ ഒരു കോണിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള ആളുകളുടെ ഭക്ഷ്യ ആവശ്യം നിറവേറ്റുന്നു എന്നും മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്നായിരുന്നു ജോസഫ് വിജയ് എന്ന താരത്തിന്റെ വളർച്ച. ആദ്യം ഫാൻസ് അസോസിയേഷനായും പിന്നീട് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയായും കളം നിറഞ്ഞ വിജയുടെ പാർട്ടി ഇത്തവണ നിയമസഭാ ഇലക്ഷനിൽ വിജയ് എന്ന ഒരു വ്യക്തിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള മത്സരത്തിൽ 108 സീറ്റുകളാണ് നേടിയത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് വിജയ് തന്നെയാണ്. എന്നാൽ ഭാവിയിൽ വീഴാതിരിക്കാനുള്ള കരുതൽ നടപടികളും വിജയ് ഇപ്പോൾ നടത്തുന്നുണ്ട്. മദ്യശാലകൾ വെട്ടിക്കുറച്ചതും കൈക്കൂലി വാങ്ങുന്നത് അവസാനിപ്പിച്ചതും പൊതുമരാമത്ത് കരാറുകൾക്ക് വേഗത കൂട്ടിയതും വിജയ് സർക്കാരിന്റെ നേട്ടമാണ്. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 6,000 കോടി രൂപ അനുവദിച്ച കാര്യവും കയ്യടി നേടിയത്. സ്ത്രീ സുരക്ഷയ്ക്ക് സിംഗപ്പെണ്ണ സേന രൂപീകരിച്ചതും നവജാത ശിശുക്കൾക്ക് സ്വർണ്ണ സമ്മാനവുമെല്ലാം നേട്ടമായി TVK പ്രചരിപ്പിക്കും. എന്നാൽ പഴയ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുക മാത്രമാണ് വിജയ് ചെയ്യുന്നതെന്ന് DMK പറയുന്നു. TVKയുടെ മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്ന വീഡിയോ ഉണ്ടെന്ന് മുൻ BJP നേതാവ് K അണ്ണാമലയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വിജയുടെ ജനപ്രീതി മാറ്റുരയ്ക്കാൻ വീണ്ടും ഒരു അവസരം കൂടി ഇപ്പോൾ വരാൻ പോവുകയാണ്. 2 മാസത്തിനകം വിജയന് ആ കടമ്പ കടക്കേണ്ടതുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോടതി ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയിട്ടുണ്ട്. എങ്കിലും ആ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയ് രാജിവെച്ച തൃച്ചി ഈസ്റ്റ് മണ്ഡലത്തിലും അണ്ണാ DMK അംഗങ്ങൾ രാജിവെച്ച 6 മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. നടി തൃഷ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമാണ്. വിജയിനെ നേരിടാൻ പ്രതിപക്ഷം പലപ്പോഴും ആ നടിയെ ചേർത്ത് പറയുന്നത് പോലീസ് നടപടിയിലേക്ക് വരെ നയിച്ചിരുന്നു. കരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വിജയ് സർക്കാർ ജോലി നൽകിയിരുന്നു. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും ജയിച്ചാൽ വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു നേതാവായി മാറും. കൃഷി സംസ്ഥാനത്തിന്റെ നട്ടെല്ലാണെന്നും കർഷകർക്ക് നൽകുന്ന പിന്തുണയെ ആശ്രയിച്ചായിരിക്കും രാജ്യത്തിന്റെ സമൃദ്ധിയെന്നും വിജയ് പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കർഷകർക്ക് 950 കോടി രൂപയുടെ അധിക സഹായം നൽകാൻ തന്റെ സർക്കാർ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും കൂടെ നിന്നുകൊണ്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവർ തന്നെയാണ് തന്റെ വോട്ട് ബാങ്കെന്നും നന്നായി മനസ്സിലാക്കിയ ആൾ കൂടെയാണ് ചീഫ് മിനിസ്റ്റർ വിജയ്.